കോടതിയെ ശരണം പ്രാപിച്ചിട്ട് ഒരു വിധവാ പെൻഷൻ പോലും വാങ്ങേണ്ടി വരുന്ന ഒരു സംസ്ഥാനം, ഇത്ര നിസ്സഹായമായ സംസ്ഥാനമാകുമ്പോഴാണ് നമ്മൾ അറിയേണ്ടുന്ന മറ്റൊരു വസ്തുത. ഈ കേരളത്തിലെ ഖജനാവിൽ നിന്നും കേരളത്തിലെ സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്ന അവതരിപ്പിക്കുന്ന ബജറ്റിന് സമാന്തരമായി വന്നിരിക്കുന്ന മറ്റൊരു ഒരു 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 ബജറ്റുണ്ട്. ആ ബജറ്റാണ് വാസ്തവത്തിൽ കിഫ്ബി എന്ന് പറയുന്ന ഒരു സാധനം. ഈ കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം ഒരുക്കിയോട് കൂടിയിട്ടാണ് കേരളത്തിന്റെ സമ്പദ്ഘടന അടിസ്ഥാനപരമായ പ്രതിസന്ധിയെ നേരിടുന്നത് എന്നാണ് വളരെ പ്രഗത്ഭരായിരിക്കുന്ന നിരവധി സാമ്പത്തിക വിദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആ ചൂണ്ടിക്കാട്ടിയതിന്റെ പ്രത്യക്ഷമായിരിക്കുന്ന ഉദാഹരണങ്ങളിലെ ദയനീയമായ ചിത്രമാണ് കേരളത്തിനകത്തെ വിധവകളായിരിക്കുന്നവർക്ക് നൽകാനുള്ള പെൻഷൻ പോലും നൽകാനുള്ള തുക പോലും ഇല്ല എന്ന് കോടതിയിൽ പറയേണ്ടി വരിക. എന്നാൽ ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഈ ആഡംബരമായിരിക്കുന്ന വാഹനത്തിനകത്ത് ധൂർത്തും ധിക്കാരവും പോയിരിക്കുന്ന വഴികളിൽ മുഴുവൻ തന്നെ വിയോജിപ്പുള്ളവരെ, എതിർക്കുന്നവരെ, പ്രതിഷേധിക്കുന്നവരെ അവരെ മുഴുവൻ ശാരീരികമായി ഭേദ്യം ചെയ്തും മർദ്ദിച്ചും തെരുവിലിട്ട് വലിച്ചും ഈ നടത്തുന്ന ശവഘോഷയാത്രക്ക് സമാനമായിരിക്കുന്ന ഒരു ഘോഷയാത്ര നടത്തുമ്പോൾ ഈ ഘോഷയാത്രക്കെതിരെയും പ്രതിഷേധിക്കാൻ ആളില്ലാത്തൊരവസ്ഥയെ ബോധപൂർവം ഉണ്ടാക്കി തീർക്കുകയും അതിൽ പിന്നീട് പോലീസ് സ്റ്റേഷനുകൾ പരസ്യമായി കയ്യേറുന്ന ഒരവസ്ഥയിലേക്ക് ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ മാറുകയും ചെയ്ത അതിവിചിത്രമായിരിക്കുന്ന അവസ്ഥ. ഇതിന്റെ ആത്യന്തികമായിരിക്കുന്ന ഫലം എന്ന് പറയുന്നത് കേരളം സമ്പൂർണ്ണമായിരിക്കുന്ന അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണ്. ഈ സമ്പൂർണ്ണമായ അരാജകത്വത്തിലേക്ക് കേരളത്തെ മാറ്റി തീർക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ, CPIMന്റെ പേരിൽ ഇയാൾ ഈ പറയുന്ന ഏർപ്പാട് നടത്തുമ്പോൾ പാർട്ടി ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതൊന്ന്, തകർന്ന് തമ്മോറടിച്ച് ഇടിച്ചിരിക്കുന്ന ബംഗാൾ, മറുഭാഗത്ത് വരുന്നു ത്രിപുര. ഈ രണ്ട് ചരിത്രാനുഭവങ്ങളുടെ പൂർവാനുഭവങ്ങൾ ഉണ്ടായിട്ട് കൂടിയും കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ഗവൺമെന്റിനെ നയിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറിക്ക് എന്തുകൊണ്ടാണ് ഒരക്ഷരം ഉരിയാടാൻ പോലും പറ്റാത്ത വിധത്തിൽ നിസ്സഹായനായി തീരുന്നത് എന്നതാണ് ഇതിലേറ്റവും ഗൗരവമേറിയിരിക്കുന്ന രാഷ്ട്രീയമായിരിക്കുന്ന ചോദ്യം. അതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരവാണ് വാസ്തവത്തിൽ നൽകേണ്ടത്. അതുകൊണ്ടാണ് മറിയക്കുട്ടി ചേച്ചി പറയുന്ന ഒരു മറുപടി ഉണ്ട്. നിന്റെ തറവാട്ടിൽ നിനക്ക് കൊണ്ടുപോയി തരേണ്ട കാശല്ല, ഇതെന്റെ അവകാശമാണ്, ഇതെന്റെ അധികാരമാണ്. ഈ അധികാരം പോലും വകവെച്ച് കൊടുക്കില്ല എന്ന് പറയാനുള്ള ധിക്കാരം ഉണ്ടാകുമ്പോഴാണ് ഈ ജാഥ തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപായി കൊല്ലത്ത് നടത്തിയിരിക്കുന്ന ഒരു വലിയ ആഘോഷം ഉണ്ടായല്ലോ. ആ കൊല്ലത്ത് വന്നപ്പോ 2 ലക്ഷം രൂപയ്ക്ക് ഉപരിയായി വരാവുന്ന തുകയ്ക്കുള്ള അണ്ടിപ്പരിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇയാളുടെ പോർട്രേറ്റ് ഉണ്ടാക്കി വെച്ചത്. ഈ പോർട്രേറ്റ് 2 ലക്ഷം രൂപ അണ്ടിപ്പരിപ്പിന്റെ പോർട്രേറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ മനുഷ്യനും മതിഭ്രമം പിടിപെട്ടു എന്നല്ല പറയുക. ഇയാൾക്ക് വട്ടാണോ ശരിക്ക്? ഇയാൾ പറയുന്ന സംഭവം എന്താണ്? ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് വെച്ചാണ് നിങ്ങളെന്താവുന്നത്? നിങ്ങളൊരു ഗവേണൻസിന്റെ ഭാഗമാവുന്നത്. പകരം അണ്ടിപ്പരിപ്പുകൾ ഇങ്ങനെ എല്ലാം കൊടുക്കുന്നത് ഈ അണ്ടിപ്പരിപ്പ് മുട്ടിയുണ്ടാക്കുന്ന തൊഴിലാളിക്ക് കൃത്യമായിരിക്കുന്ന പെൻഷൻ നിങ്ങൾ നൽകുന്നുണ്ടോ? അവർക്ക് കൊടുക്കുന്ന കൂലി കൃത്യമായിട്ട് നിങ്ങൾ നൽകുന്നുണ്ടോ? ഇതുപോലും നൽകുന്നില്ല. ഇത് ചോദിക്കാനും പാടില്ല, പറയാനും പാടില്ല. കേരളത്തിലെമ്പാടുമുള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ടിരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് പണമല്ലേ അത്? തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനെ വരാവുന്ന ഒട്ടനവധി സമരമുഖങ്ങൾക്ക് പങ്കെടുത്ത് ജീവിതം വഴിമുട്ടി പോയിരിക്കുന്ന ആളുകൾക്ക് ലഭിക്കാനുള്ള തുക പോലും കൊടുക്കാതാകുമ്പോഴാണ് കോടതിയിൽ യാതൊരു ലജ്ജയുമില്ലാതെ ഈ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായിരിക്കുന്ന വക്കീൽ പറഞ്ഞത് 1600 രൂപയാണ് കൊടുക്കേണ്ടത്, 1300 രൂപ നമ്മൾ കേരളം കൊടുക്കേണ്ടതാണ്, 300 രൂപ കേന്ദ്രം തരേണ്ടതാണ് എന്ന്. ഈ 300 രൂപ കേന്ദ്രം തരേണ്ടതാണെന്ന് പറയുമ്പോൾ കേരളത്തിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന സെസ് ഉണ്ടല്ലോ, പെട്രോളിന്റെയും ഡീസലിന്റെയും മേലെ, അതിന് വാങ്ങിയിരിക്കുന്ന തുക എവിടെ? ആ തുക എവിടെ എന്ന് മറിയക്കുട്ടിയെ ചോദിച്ചാൽ ആ ചോദ്യം ഉത്തരം പറയേണ്ടത് ആരും കൂടിയാണ്. ഇത് വാങ്ങി ഖജനാവിലിട്ടിട്ട് ധൂർത്തടിച്ചിരിക്കുന്ന കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയും സർവോപരി ഇപ്പോഴത്തെ മൂത്രക്കുപ്പി എന്ന് വിളിക്കുന്ന മുഖ്യമന്ത്രിയും ഇതിന് സ്വാഭാവികമായിട്ടും മറുപടി പറയേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വിഷയത്തെയും സമീപിക്കാതെ ആ എതിർക്കുന്നവരെ മുഴുവൻ തന്നെ മർദ്ദിക്കുകയും ശരിപ്പെടുത്താനും മെനക്കെട്ട് പോകുന്ന ഈ യാത്രയുടെ ആത്യന്തികമായിട്ട് റിസൾട്ട് എന്തായിരിക്കും? ആ റിസൾട്ട് ഒന്ന് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതൊന്ന്, ഒറ്റൊരു വരിയിൽ ഞാൻ ഒതുക്കുകയാണ്, വൈലോപ്പള്ളിയുടെ ഒറ്റ വരിയിൽ ഞാൻ ഒതുക്കുകയാണ്. ദുഷ്പ്രഭു പുലയാടി മക്കൾമാർക്കും ഈ പുര കിടുത്തി വീഴട്ടെ എന്ന് ശപിക്കുന്ന ശാപവാക്കിലേക്ക് ഈ കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തെ ചുരുക്കി കാണിക്കുന്നതിൽ, അല്ലെങ്കിൽ അത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ ഈ പറയുന്ന പാർട്ടിക്കും ഈ മുഖ്യമന്ത്രിക്കും മാത്രമായിരിക്കും ഉത്തരവാദിത്വം എന്ന് മാത്രമാണ് ഇതിന്റെ പ്രാഥമിക റൗണ്ടിൽ എനിക്ക് സംസാരിക്കാനുള്ളത്.